ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. മാറനല്ലൂർ സുരേഷ് വധക്കേസിൽ 9 RSS BJP പ്രവർത്തകരെ പോലീസ് വെറുതെ വിട്ടു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കള്ളസാക്ഷികളെ നിരത്തി RSS BJP പ്രവർത്തകരെ പ്രതികളാക്കിയെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. നിർണായകമായൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മാറനല്ലൂർ സുരേഷ് വധക്കേസിലാണ് ഇപ്പോൾ പ്രതികൾ നിലവിൽ RSS BJP പ്രവർത്തകരെ വെറുതെ വിട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ, എന്താണ് മറ്റു വിവരങ്ങൾ? ഉമേഷ്, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വന്നത്. 2016 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സംഭവത്തിന് ശേഷം പ്രതികളാക്കപ്പെട്ടവർ എല്ലാവരും തന്നെ നിരപരാധികളായിരുന്നു എന്ന പല കോണിൽ നിന്ന് വിവരങ്ങൾ ഉയർന്നിരുന്നു. തൊട്ടു പിന്നാലെ പക്ഷേ പോലീസും രാഷ്ട്രീയ സ്വാധീനവും മൂലം ഈ 9 RSS BJP പ്രവർത്തകരെ, RSS പ്രവർത്തകരുമുണ്ട്, BJP പ്രവർത്തകരുമുണ്ട്, ഇവരൊക്കെ ഈ മാറനല്ലൂർ പ്രദേശത്ത് സജീവമായി പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകരെയായിരുന്നു. ഇവർ CPM പ്രവർത്തകൻ മരണപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതികൾ ഇവരാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പോലീസ് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പല ഘട്ടങ്ങളിലും പോലീസിന് പ്രതികൾ ഇവർ അല്ല എന്ന് മനസ്സിലായിട്ടും പക്ഷേ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന സമയത്തും പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്യുന്ന പ്രതികൾ എന്ന ആക്ഷേപത്തിൽ RSS പ്രവർത്തകരെ പിടികൂടി റിമാൻഡ് ചെയ്യുന്ന സമയത്തും പോലീസിന്റെ ഭാഷ്യം ഇത്തരത്തിലായിരുന്നു. തുടർന്ന് കോടതിയിൽ പ്രതിഭാഗം വാദമുയർത്തിയതും ഇതിന് സമാനമായ വാദങ്ങൾ തന്നെയാണ് പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയത്. പ്രത്യേകിച്ച് ഉയർത്തിയ ആക്ഷേപം രാഷ്ട്രീയ സ്വാധീനം മൂലവും ഒപ്പം തന്നെ കള്ളസാക്ഷികളെ നിരത്തി RSS BJP പ്രവർത്തകരെ പ്രതികളാക്കി എന്ന തരത്തിൽ കോടതിയിൽ വാദം പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് പ്രതിഭാഗം ഉയർത്തിയ വാദം അത് ശരിയാണെന്ന് കോടതി വിലയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. തുടർന്നാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. 2016 CPM പ്രവർത്തകനായ സുരേഷ് കൊല്ലപ്പെട്ടത്, മാറനല്ലൂർ സ്വദേശിയായ സുരേഷ് കൊല്ലപ്പെട്ട കേസിൽ ഇപ്പോൾ പോലീസ് കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട RSS BJP പ്രവർത്തകരല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 9 പേരെയും ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ശരി, വിനീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.